തിരുവാതിരയാണല്ലോ. നമുക്കിന്നൊരു തിരുവാതിരപ്പുഴുക്ക് റെഡിയാക്കാം, നൊയമ്പെടുക്കുന്നവർക്കും അല്ലാത്തവർക്കും വേണ്ടി. ഒരു മൺപാനയിൽ 150 ഗ്രാം വൻപയർ വൃത്തിയായി കഴുകി കുക്കറെടുത്ത് അതിലാവശ്യത്തിന് വെള്ളം ഒഴിച്ച് കറിവേപ്പിലയും പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 4 വിസിൽ വരണവരെ വേവിച്ച് മാറ്റി വയ്ക്കുക. പുഴുക്കിന് ആവശ്യമായ കിഴങ്ങുകളെല്ലാം വൃത്തിയായി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യമായി കണ്ടിച്ചേമ്പാണ് നമ്മൾ വൃത്തിയാക്കുന്നത്. തൊലി കളഞ്ഞ് നല്ല വൃത്തിയായി എടുത്ത് കട്ട് ചെയ്ത് വെള്ളത്തിൽ ഇടണം. ധാരാളം മണ്ണും പൊടികളും എല്ലാം ഉണ്ടാവും. അതുകൊണ്ട് 6-7 പ്രാവശ്യമെങ്കിലും എല്ലാം കഴുകി വൃത്തിയാക്കി എടുക്കണം. ഏത്തക്കായ തൊലി കളയണ്ട, ഇതുപോലെ ചീകിയെടുത്ത് കറയുണ്ടാവും, അതുകൊണ്ട് കട്ട് ചെയ്ത് വെള്ളത്തിലിടണം. മധുരക്കിഴങ്ങാണ്. മധുരക്കിഴങ്ങിൻ്റെ തോല് ഇതുപോലെ ചീകിക്കളയാം. തോല് കളയാതെയും ഉപയോഗിക്കാം. നല്ല വൃത്തിയായി കഴുകി, നല്ല കുട്ടികൾ കഴിക്കണതല്ലേ, നമുക്കിത് ഇങ്ങനെ തന്നെ വൃത്തിയാക്കാം. കൂർക്ക, ചെറുചേമ്പ് ഇതെല്ലാം തൊലി കളഞ്ഞ് വൃത്തിയാക്കി വെള്ളത്തിലിടാം. ചേന നന്നായി ചെത്തി കഷ്ണങ്ങളാക്കി നുറുക്കി മാറ്റി വയ്ക്കാം. കുക്കറിൽ വെക്കുന്നതുകൊണ്ടാണ് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കി നുറുക്കുന്നത് കേട്ടോ. കാച്ചിലും ഇതുപോലെ വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി നുറുക്കിയെടുക്കാം. ഓരോ കിഴങ്ങുകളും വൃത്തിയാക്കുമ്പോഴും ഓരോ ഓർമ്മകളാണ് മനസ്സിൽ കൂടി പോകുന്നത്. ഇതുപോലെ കാച്ചിൽ നിറയെ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ ചെറിയ കാച്ചിൽ ഇങ്ങനെ മേലെ ഉണ്ടാവും. അത് പറക്കിയെടുത്ത് കൂട്ടുകാരെല്ലാവരും കൂടി തീ കൂട്ടി ചുട്ടെടുത്ത് കഴിച്ചൊരു ഓർമ്മയുണ്ട്. ഉപ്പ് പോലും ഉണ്ടാവില്ല, പക്ഷെ അതിനൊരു ടേസ്റ്റ് ഉണ്ട്. അതുപോലെയുള്ള നല്ല ഓർമ്മകളൊക്കെ നിങ്ങൾക്കും ഉണ്ടാവും. അതും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കണേ. കിഴങ്ങുകൾ കഴുകുമ്പോൾ കൈക്ക് ചൊറിച്ചിലും കറയുണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് കഴുകി വൃത്തിയാക്കി കുക്കറിൽ ഇട്ട ഉടനെ തന്നെ ചെറു ചൂട് വെള്ളത്തിൽ കൈ കഴുകി വെളിച്ചെണ്ണ പുരട്ടിയാൽ മാറാവുന്നതേ ഉള്ളൂ കേട്ടോ. 5-6 പ്രാവശ്യം കഴുകിയെടുത്തതാണ്. ഇനി ഇത് നേരെ കുക്കറിലേക്ക് ഇടാം. മൂന്ന് പച്ചമുളക് ആദ്യം കുക്കറിലേക്ക് ഇടാം. കഷ്ണങ്ങൾ ചേർത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ഗ്ലാസ് വെള്ളവും കഷ്ണത്തിനാവശ്യമായ 2.5 ടീസ്പൂൺ ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ടേസ്റ്റിന് വേണ്ടിയിട്ട് ചേർത്ത് 1 വിസിൽ വരുന്നവരെ വേവിക്കുക. ഇനി അരപ്പ് തയ്യാറാക്കാം. അതിനായി ചെറുള്ളി 2-3 എണ്ണം, 1 ടീസ്പൂൺ ജീരകം, അരമുറി തേങ്ങ, 1 പച്ചമുളക്, കുറച്ച് കറി ലീവ്സും ചേർത്ത് നന്നായി ഒന്ന് ചതച്ചെടുക്കും. വിസിൽ പോയതിന് ശേഷം വേവിച്ച പയറും മിക്സിയിൽ ചതച്ച കൂട്ടും ചേർത്ത് ചെറുതീയിൽ വേവിച്ചെടുക്കുക. വറവ് റെഡിയാക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കുക. അതിലേക്ക് കറിവേപ്പില ചേർത്ത് വറ്റൽമുളക് വഴറ്റി 2 പിടിയോളം തേങ്ങയും ചേർത്ത് ഇളക്കി മൂത്ത് വരുമ്പോൾ 1 നുള്ളു മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും ചേർത്ത് ഇളക്കി വറവ് കൂട്ടിലേക്ക് ചേർക്കാം. തിരുവാതിരപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനിയും സന്തോഷത്തോടുകൂടി എല്ലാവരും തിരുവാതിര ആഘോഷിക്കുക. എല്ലാവരും സന്തോഷമായി ഇരിക്കുക. അതോടൊപ്പം തന്നെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.